നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ചാർട്ടിൽ നിന്ന് റീഡിംഗ് എടുക്കുന്നതിനെ പറ്റി പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പല ടേബിൾസിലും പല വാല്യൂസ് കിടക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 3 തരത്തിലുള്ള ചാർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഒരു ചാർട്ട് നോക്കിയാൽ അതിനൊരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കാണും. ആ എഫ് ഓഫ് എക്സ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് നോക്കുന്നത്. അപ്പോൾ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ മീനിങ് അതൊരു ഏരിയയാണ്. സപ്പോസ് ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ എന്നിരിക്കട്ടെ. ഈ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്, ആ ടേബിളിൽ നിന്ന് എടുക്കുന്നത്. ഈ ചില ടേബിൾസ് ഈ പി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്ന പ്ലോട്ടിൻ്റെ ഏരിയ ആയിരിക്കും. അതായത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന എക്സിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള ഫുൾ ഏരിയ കൺസിഡർ ചെയ്യാം. അതായത് എക്സ് തൊട്ട് -∞ വരെയുള്ള ഫുൾ ഏരിയ കൺസിഡർ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ചില ടേബിൾസ് കൊടുത്തിരിക്കുന്നത്. ചില ടേബിൾസിൽ എക്സിൽ നിന്ന് 0 വരെയുള്ളതായിരിക്കും കൊടുത്തിരിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. ചില ടേബിൾസിൽ എക്സിൽ നിന്ന് വലതുവശത്തോട്ട് ഇൻഫിനിറ്റിയിലോട്ടുള്ള ഏരിയ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ടേബിൾസിലും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു ടേബിൾ കിട്ടിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് ഒരു സിമ്മെട്രിക്കാണ്, ഒരു ബെല്ലിൻ്റെ ഷേപ്പ് പോലത്തെ ബെൽ കർവ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ മൊത്തം പ്രോബിലിറ്റി എന്തായാലും 1 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈനാണ് ഈ ഡോട്ടഡ് ലൈൻ. എല്ലാത്തിനും ഡോട്ടഡ് ലൈനുണ്ട് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 0.5 റൈറ്റ് സൈഡിലോട്ട് 0.5 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എക്സിന് കിട്ടുന്ന ഒരു എഫ് ഓഫ് എക്സ് വാല്യൂ ഉണ്ടെന്ന് വെച്ചോ, അത് ഞാൻ f1x എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് അതേ എക്സിന് f2x എന്നുണ്ടെന്ന് വെച്ചോ. ഇതിൻ്റെ കൂടെ 0.5 ഇടതുവശത്തോട്ട് 0.5 വലതുവശത്തോട്ട് 0.5 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അതായത് എന്തെഴുതാം, f1(x) = f2(x) + 0.5 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ളതാണ്, ഇത് റൈറ്റ് സൈഡിലോട്ടുള്ളതാണ്, ഇത് f3x ആണ്. അപ്പോൾ f1(x) + f3(x) = 1 എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ f2(x) + f3(x) = 0.5 എന്നൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഏത് ടേബിള് ഏതാണ് ഡിനോട്ട് ചെയ്യുന്നത്, F1 ആണോ, P ആണോ, Q ആണോ, R ആണോ എന്നൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമുക്ക് ആ ടേബിൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്ക് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് നോക്കാം. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0 തന്നെയാണ്. അതായത് എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ അതിനർത്ഥം ഇത് Q ആണെന്നാണ്. കാരണം എന്താണ്, ഈ എക്സിനും 0ക്കും ഇടയ്ക്കുള്ള റീജിയൺ അല്ലേ നോക്കുന്നത്. അപ്പോൾ ഇത് തന്നെ 0 ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് റീജിയൺ ഇല്ല, അപ്പോൾ അത് 0 ആയിരിക്കും. അപ്പോൾ 0ക്ക് കറസ്പോണ്ടിങ് 0 ആണെങ്കിൽ അത് ഇങ്ങനത്തെ ഗ്രാഫാണെന്നാണ് അർത്ഥം. ഇനി 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.5 ആണെങ്കിൽ ഒന്നുകിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. കാരണം ഇതാണ് ലൈനെങ്കിൽ ഇടതുവശത്തോട്ടുള്ള റീജിയൻ 0.5, ഇതാണെങ്കിൽ വലതുവശത്തോട്ടുള്ള റീജിയൻ 0.5. അപ്പോൾ ഇതാണോ P ആണോ R ആണോ നമ്മളെങ്ങനെ തിരിച്ചറിയും? നമ്മൾ 0 കഴിഞ്ഞിട്ടൊരു തൊട്ടടുത്ത ഏതെങ്കിലും വലിയ നമ്പർ നോക്കുക. ഏതെങ്കിലും വലിയ നമ്പർ 0.1 0.2 1 2 ഇഷ്ടമുള്ള നമ്പർ നോക്കാം. ആ ഇഷ്ടമുള്ള നമ്പർ നോക്കുമ്പോൾ അപ്പോൾ നമ്മൾ നോക്കും 0 ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ ഫിഗർ വെച്ച് പറയാം, ഇത് നടുക്കുള്ള ലൈനിൽ വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ 0.1 0.2 അല്ലെങ്കിൽ 1 2 ഏത് പോയാലും റൈറ്റ് സൈഡിലോട്ടാണ് പോകുന്നത് നമ്മുടെ ലൈൻ. അതായത് ഈ 0ക്ക് റൈറ്റ് സൈഡിലുള്ള ഏതെങ്കിലും റീജിയനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ നമുക്ക് എന്തറിയാം, അതിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ ആ ഗ്രാഫ് ആറിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. കാര്യം റീജിയൻ ചെറുതായിട്ട് വരും വലത്തോട്ട് പോകുമ്പോൾ. പക്ഷേ അപ്പോൾ അതിൻ്റെ വാല്യൂ കൂടുകയാണ്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എങ്കിൽ നമുക്കറിയാം ആ ചാർട്ട് എന്തിന് കറസ്പോണ്ടിങ് ആയിരിക്കും, Pക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. കാരണം ഏരിയ കൂടി വരികയാണ്. ഇനി ഇത് നമ്മൾ എങ്ങനെ പ്രോബബിലിറ്റിയിൽ യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് വിചാരിക്കുക, ഇസഡ് ലെസ് ദാൻ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടെങ്കിൽ, ഈ ചാർട്ടിന് അനുസരിച്ച വാല്യൂ വേണം നമ്മൾ നോക്കാൻ. P ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ചാർട്ടിന് അനുസരിച്ച വാല്യൂ വേണം നമ്മൾ നോക്കാൻ. ഇനി P ഓഫ് 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതിന്
അനുസരിച്ചുള്ള ഇതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള നമ്പർ വേണം നമ്മളെടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ഈ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം എന്താണ് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.5 ആണ് വരുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്തായാലും ഇതല്ല, ഒന്നുകിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ്. ഇനി അടുത്ത് ഞാൻ മുകളിലോട്ട് നോക്കി. മുകളിലോട്ടുള്ള എല്ലാ വാല്യൂവും 0.1 ആണെങ്കിലും 1 ആണെങ്കിലും 2 ആണെങ്കിലും ഏത് വാല്യൂ ആണെങ്കിലും എന്താണ് വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. 0.4960 പിന്നെ 4920 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതാണെന്ന് മനസ്സിലായി. അതായത് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഒരു പി ഓഫ് ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സിൻ്റെ വാല്യൂസാണ് എനിക്ക് ഈ ചാർട്ടിൽ നിന്ന് കിട്ടുന്നത്. ഇത് നമ്മളെങ്ങനെ റിലയബിലിറ്റിയിൽ യൂസ് ചെയ്യും എന്ന് വെച്ചാൽ, നമുക്ക് റിലയബിലിറ്റിയിൽ 2 തരത്തിലുള്ള പ്രോബ്ലംസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. ഒന്ന്, ഒരു പ്രോഡക്റ്റ് ടൈം ടിയേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കവിടെ റിലയബിലിറ്റി എന്താണ്? റിലയബിലിറ്റി ഈക്വൽ ടു പി ഓഫ് ടി ഗ്രേറ്റർ ദാൻ ടി. അതാണ് റിലയബിൾ ആവാനുള്ള കണ്ടീഷൻ. ഗിവൺ ടൈമിനേക്കാളും നമ്മുടെ ടൈം കൂടുതലായിരിക്കണം. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്നൊരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ഏതാണ് എടുക്കാനുള്ളത്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് എടുക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ചാർട്ടിൽ നിന്ന് ഡയറക്റ്റ് വാല്യൂ എടുക്കാൻ പറ്റും. സപ്പോസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, നമുക്ക് ഈ ലോഡിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ക്യാൻഡിലീവറിൽ ഉള്ള ലോഡ്, അതായത് നമുക്കിപ്പോൾ 1000 ലോഡ് വരെ അത് താങ്ങും, 1000 ന്യൂട്ടൺ വരെ അത് താങ്ങും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി എത്ര? അപ്പോൾ നമ്മുടെ എയിം എന്താണ്? 1000-ന് താഴെ ലോഡ് നിൽക്കണം. 1000-ന് താഴെ ലോഡ് നിന്നാൽ അത് റിലയബിളാണ്. അപ്പോൾ അവിടെ ഒരു ലെസ് ദാൻ കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ റിലയബിലിറ്റി ഈക്വൽ ടു പി എന്താണ്? ലോഡ് 1000 എന്നുള്ള ക്യാപിറ്റൽ എല്ലിനെ അടയ്ക്കണമെങ്കിൽ എൽ ലെസ് ദാൻ എല്ലാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ഇത് അതിൻ്റെ മാക്സിമം ലോഡ്. അപ്പോൾ അവിടെ ലെസ് ദാൻ എന്നൊരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കണം. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കണം. ആറിന് പകരം പിക്ക് എടുക്കണം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ചാർട്ട് ഏതാണ്? 6 ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ നമുക്ക് വേണ്ട വാല്യൂ ഏതാണ്? പി ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തറിയാം? പി പ്ലസ് ആർ ഈക്വൽ ടു 1 എന്നറിയാം. ഏത്? ഈ ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് ഇത് കിട്ടുന്നതിൽ നിന്ന് 1 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ വാല്യൂ കിട്ടും. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ചാർട്ട് നോക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഇത് കാസിയോ FX991 ES+ ആണ്. FX991 ES+ ESO ഉണ്ടെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്ററിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളാദ്യം ഓൺ ചെയ്തിട്ട് മോഡ് എടുക്കുക. മോഡ് എടുത്തിട്ട് സ്റ്റാറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. സ്റ്റാറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം AC പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം 1 പ്രസ് ചെയ്യുക. അതിൻ്റെ മുകളിൽ സ്റ്റാറ്റ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. 1 പ്രസ് ചെയ്യുക. ഇതിൽ 5 ഡിസ്ട്രിബ്യൂഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് 3 എണ്ണം വന്നിട്ടുണ്ട്. P വന്നിട്ടുണ്ട്, Q വന്നിട്ടുണ്ട്, R വന്നിട്ടുണ്ട്. ആ Pയും Qയും Rഉമാണ് ഈ Pയും Qയും Rഉം വന്നിരിക്കുന്നത്. സപ്പോസ് എനിക്ക് പിക്ക് കറസ്പോണ്ടിങ് ഉള്ള P ഓഫ് 0 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. P ഓഫ് 0 ഞാനിങ്ങനെ അടിക്കുന്നു. അപ്പോൾ എനിക്ക് 0.5 കിട്ടി. അത് ഏതാണ്? ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P 0 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 0.5. അത് ഒന്നുകിൽ കാൽക്കുലേറ്ററിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് ചൂസ് ചെയ്യാം.